الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വിശ്വാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്രഷ്ടാവായ അള്ളാഹുവിനെ കണ്ടുമുട്ടുക, നല്ല രൂപത്തിൽ ആ കൂടിക്കാഴ്ച ഉണ്ടാവുക എന്നതാണ്. ഓരോ വിശ്വാസിയും അവൻ്റെ സൽക്കർമ്മങ്ങളിലാണെങ്കിലും അവൻ്റെ പ്രാർത്ഥനകളിലാണെങ്കിലും എല്ലാം അതിൻ്റെയൊക്കെ പിറകിൽ അവൻ ആഗ്രഹിക്കുന്ന ആത്യന്തികമായ കാര്യം അള്ളാഹുവിനെ നല്ല നിലയിൽ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. മരിക്കാൻ ആർക്കാണ് ഭയം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, നാളെ പരലോകത്ത് രക്ഷ പ്രാപിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന ആളുകൾക്കാണ് മരണഭയം ഉണ്ടാവുക. നേരെ മറിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? അവർക്ക് മരണഭയം ഉണ്ടാവില്ല. മരണത്തെ എല്ലാവരും സ്വാഭാവികമായും ഭയപ്പെടുന്നു എന്നതൊഴിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായൊരു പ്രയാസം മരണത്തിലൂടെ അവർക്ക് ഉണ്ടാവുകയില്ല, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. കാര്യം ഈ ദുനിയാവല്ലല്ലോ, ഈ ദുനിയാവ് വളരെ നശ്വരമാണ്, നൈമിഷികമാണ് എന്ന് കൃത്യമായി എനിക്കറിയാം. എനിക്ക് അള്ളാഹു ഏർപ്പെടുത്തി തരുന്ന ബലാകൾ, പരീക്ഷണങ്ങളെല്ലാം തന്നെ അതിന് പ്രതിഫലമായി പടച്ചവൻ എനിക്ക് നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്ന ബോധമാണ് സജീവമായി നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അവിടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ നല്ല രൂപത്തിൽ കണ്ടുമുട്ടണം. അതിനെന്താണ് വഴി? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. അള്ളാഹുവിനെ ആര് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു അവൻ ചെയ്യേണ്ട പണി എന്താണ്? ഫൽയഅമൽ അമലൻ സാലിഹാ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നാണ്. അവിടെ നിർത്തിയില്ല വിശുദ്ധ ഖുർആൻ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അതാണ് ഏറ്റവും പ്രധാനം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അള്ളാഹുവിനുള്ള ആരാധനയുടെ ഏത് ചെറുതാവട്ടെ വലുതാവട്ടെ ഏതെങ്കിലും ഒരു വശം അത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ച് ശിർക്ക് വെക്കാത്ത, ആരാധനയിൽ ശിർക്ക് കലരാത്ത ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അവർക്കാണ് ഏറ്റവും മനോഹരമായ രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. എന്നാൽ ആർക്കാണ് അള്ളാഹു തആല അവനുമായുള്ള കൂടിക്കാഴ്ച, അവനെ കാണാനുള്ള മഹാസൗഭാഗ്യം ആർക്കാണ് തടഞ്ഞു വെക്കുക എന്നും ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. കല്ലാ ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിനെ കാണാനൊക്കുകയില്ല, അവർക്ക് അള്ളാഹുവിനിടയിൽ മറയിടപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുത്തഫിഫീനിൽ പറയുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതാന്ത്യം വരെ നമ്മുടെ ഓരോ നിശ്വാസത്തിലും ശ്വാസത്തിലും നെടുവീർപ്പിലും നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട, കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കേണ്ട, നെഞ്ചോട് ചേർക്കേണ്ട വാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേതെങ്കിലും ഹൽക്കകളിൽ മാത്രം ചുരുങ്ങിപ്പോവേണ്ട വാക്യങ്ങളല്ല. ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം, നോട്ടങ്ങളിൽ ഉണ്ടാവണം, പെരുമാറ്റങ്ങളിൽ ഉണ്ടാവണം, സ്വഭാവ സംസ്കാരങ്ങളിലും ആരാധനകളിലും എല്ലായിടങ്ങളിലും നിഴലിച്ചു നിൽക്കേണ്ട, പ്രതിഫലിക്കേണ്ട ഒരു കാര്യം അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടേ കാര്യമുള്ളൂ. അങ്ങനെയുള്ളവർക്ക് നാളെ പരലോകത്തും അള്ളാഹു ദാറുസ്സലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്ന കൃത്യമായ ബോധത്തോടു കൂടി ജീവിക്കുവാൻ ശ്രമിക്കുക, അധ്വാനിക്കുക, അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാനുള്ള ജീവിതാന്ത്യം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെ